ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ഏറെ കാത്തിരിക്കുന്ന സിനിമയാണ് ബസുക. കാരണം അതൊരു വ്യത്യസ്ത പടമാണ്, ഒപ്പം ഒരു പരീക്ഷണ ചിത്രവും. ഇപ്പോൾ സിനിമയുടെ ആ ഒരു സിനോപ്സിസ് പുറത്തു വന്നിരിക്കുകയാണ്. അന്യായ സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. കിടുക്കാച്ചി ഒരു ഐറ്റം തന്നെയാണ് ഇതിൻ്റെ സിനോപ്സിസ് വായിക്കുമ്പോൾ. അത് നമുക്ക് മലയാളത്തിലൊന്ന് കേട്ടു നോക്കാം. അതെ, ആക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ആക്ഷൻ ഡ്രാമ എന്ന പേരിൽ വരുന്നു. ജോൺ സീസറും ബ്രാഡിയും എന്ന രണ്ടുപേരും അപരിചിതരാണ്. ഒരു ബസ് യാത്രയ്ക്കിടെ കണ്ടുമുട്ടുകയാണ്. ജോൺ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും കൊച്ചിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മാനസിക രോഗിയായ കുറ്റവാളിയെ വേട്ടയാടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗമാണെന്നും ബ്രാഡി കണ്ടെത്തുകയാണ്. കൊള്ളകൾ വർദ്ധിക്കുന്നു, കുറ്റവാളികളുടെ കഥ അങ്ങനെ വരുന്നു. ജോൺ വിവരിക്കുമ്പോൾ രണ്ട് അപരിചിതരും സൂചനകൾ അല്ലെങ്കിൽ പസിലുകൾ അങ്ങനെയുള്ള അതായത് അവരുടെ മറിഞ്ഞിരിക്കുന്ന ഓരോ ഉദ്ദേശങ്ങളും എന്നിവയാൽ ഒരു ക്യാറ്റ് ആൻഡ് അല്ലെങ്കിൽ മൗസ് ആൻഡ് ക്യാറ്റ് ഗെയിമിലൂടെ മുന്നോട്ട് പോകുന്നു. അതിനകത്തിൽ കുടുങ്ങിപ്പോകുന്നു എന്നാണ് പറയുന്നത്. അപകട സാധ്യതകൾ വർദ്ധിക്കുന്നു. അങ്ങനെ ആ ഒരു അന്തിമ കവർച്ച കേസ് പൊളിക്കാൻ വീഡിയോ ഗെയിമുകളുടെയും ഹാക്കിങ്ങിൻ്റെ കഴിവുകളെയൊക്കെ ആശ്രയിച്ച് അവർ അങ്ങനെ നിർബന്ധിതരാവുകയാണ്. ആ ഒരു രീതിയിലേക്ക് വരുന്ന ഒരു സിനിമ എന്നാണ്. അതായത് ഇങ്ങനെ ആക്ഷൻ ഡ്രാമ വെൻ ടു റാൻഡം സ്ട്രേഞ്ചേഴ്സ് ജോൺ സീസർ ആൻഡ് ബ്രാഡി മീറ്റ്സ് ഡ്യൂറിങ് എ ബസ് റൈഡ്. ബ്രാഡി ഡിസ്കവർഡ് ദാറ്റ് ജോൺ ഈസ് നോ ordinary man but a member of a special investigation team on the hunt for a psychopath criminal causing chaos in Kochi. As John narrates the story of the criminals escalating his, the two strangers become entangled in a cat and mouse game filled with clues, puzzles and hidden intentions. As the stakes rise a final, he is forced them to rely on video game and hacking സ്കിൽ ടു ക്രാക്ക് ദ കേസ്. ഈ ഒരു സിനിമയുടെ പശ്ചാത്തലം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സിനോപ്സിസ് വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാവുകയാണ്. ഇത് ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ചിത്രം തന്നെയാണ്. വ്യത്യസ്തത പുലർത്തുന്നത് തന്നെയാണ്. ഇതിൻ്റെ സംവിധായകൻ, അതായത് നമുക്കറിയാം കലൂർ ഡെന്നീസിൻ്റെ മകൻ ഡിനു ഡെന്നീസ് ഏകദേശം 5-6 വർഷമായിട്ട് ഈ മമ്മൂട്ടിയുടെ പുറകെ നടന്ന് ആ ഒരു സിനിമ ചെയ്ത് പിന്നെയും 2 വർഷം എടുത്തു ഈ സിനിമ പെട്ടിയിലൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് തീരാതെയൊക്കെ കാര്യങ്ങൾ. പക്ഷേ അന്ന് മമ്മൂക്ക തന്നെ പറഞ്ഞു, ഈ ഒരു കഥ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ഇത് ചെയ്യാൻ ഒരു ഡയറക്ടറിനെ വേറെ നോക്കണ്ട, അത് ഡിനു ഡെന്നീസ് എന്നങ്ങ് ചെയ്താൽ മതി. കാരണം ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ വ്യക്തത ഉള്ള ഒരാളിൽ തന്നെ, എത്രത്തോളം ഒരാൾ എഴുതുന്നു അയാൾക്ക് തന്നെയായിരിക്കാം അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലും കിട്ടുക. അത് ഒരു ഡയറക്ടറിലേക്ക് മറ്റൊരു ഡയറക്ടറിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങൾ അത് എഴുതിയ ആൾ തന്നെ ചെയ്യുന്ന. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി അങ്ങനെ അദ്ദേഹത്തെ ഒരു ഡയറക്ടറാക്കുകയും ചെയ്തു. വലിയ ബഡ്ജറ്റിൽ തന്നെ വരുന്ന സിനിമയാണ്. വല്ലാത്ത ഒരു സിനിമ തന്നെയാണ്. നമ്മളത് കണ്ട് മനസ്സിലാക്കേണ്ടി വരും എങ്ങനെയായിരിക്കുമെന്നുള്ളത്. ഒരു പക്ഷേ ഇത് മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ വ്യത്യസ്തത പുലർത്തുന്നതും ഒപ്പം വമ്പനായിട്ടുള്ള ഒരു സിനിമയായിരിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഇത്രത്തോളം കേൾക്കുമ്പോൾ ഇതൊരു അന്യായ സംഭവം തന്നെയാണ്. സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് കുറേ സിമിലർ നമ്മൾ കാണുന്ന മിക്ക സിനിമകളും നമുക്കറിയാം ഒരേപോലെ തന്നെയൊക്കെ ഉള്ളതാണ്. പിന്നീട് അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട്, ഇവിടെ അങ്ങനെയല്ല, വ്യത്യസ്തത പുലർത്തുന്ന ചിത്രം തന്നെയായിരിക്കും. കാരണം ഇതുവരെ നമ്മൾ കേട്ടുപോലും ശീലമില്ലാത്ത തരത്തിലുള്ള ഒരു സിനിമ. എന്തായാലും മലയാളത്തിൽ ആദ്യമായിട്ടാണെങ്കിലും ഒരുപാട് പേർ അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ടാകാം ഇങ്ങനെയുള്ള ഗെയിം ത്രില്ലറുകൾ. കാത്തിരിക്കാം. എന്തായാലും ഇതിൻ്റെ കഥ സിനോപ്സിസ് കേൾക്കുമ്പോൾ ഇതൊരു അന്യായ സംഭവം എന്ന് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സംഭവമാണെന്ന് തോന്നി, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇതിൻ്റെ പ്രതീക്ഷ, ഇതെല്ലാം കമൻസിലൂടെ എന്ന് പറയാം. ഒപ്പം ഈ സിനിമ വരാൻ പോകുന്നത് ഫെബ്രുവരി 14 അത് ഡേറ്റ് മാറ്റും എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഒരു അപ്ഡേറ്റുകളും പുറത്ത് വന്നിട്ടില്ല. 3 മമ്മൂട്ടി സിനിമകൾ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ അത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ നിറഞ്ഞ സർവീസിൽ ഓടുന്നു. മമ്മൂട്ടി റെഫറൻസ് ഉള്ള ചിത്രം. അടുത്ത ആഴ്ച മമ്മൂട്ടി സിനിമ വരുന്നു. അത് കഴിഞ്ഞ് കൃത്യം 2-3 ആഴ്ച കഴിയുമ്പോൾ അടുത്ത മമ്മൂട്ടി ചിത്രം വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരിക്കാം. നിങ്ങൾക്ക് ഏത് സിനിമയാണ് ഇഷ്ടമാകുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്തുക. ഗ്രേ മീഡിയാസ്.